അപ്പൊ ഫിഫ്ത് മൊഡ്യൂളും സിക്സ്ത് മൊഡ്യൂളും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിഫ്ത് മൊഡ്യൂൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. നമ്മുടെ മൾട്ടിമീറ്റർ, കാഥോഡ് റേ ഓസിലോസ്കോപ്പ്, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പും ഫംഗ്ഷൻ ജനറേറ്റർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെഷൻ ആണ് ഫിഫ്ത് മൊഡ്യൂൾ. സിക്സ്ത് വരുന്നത് സോൾഡറിംഗ് ആൻഡ് ഡീസോൾഡറിംഗ് ആണ്. അതിൽ ഡിഫറെന്റ് സോൾഡറിംഗ് ടെക്നിക്സ്, സോൾഡറിംഗ് മെറ്റീരിയൽസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോൾഡറിംഗ് ഗൺ, ഫ്ലക്സ്, ആ ഒരു ഏരിയയാണ് കടന്നുപോകുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് അടക്കാം. ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ മെഷേഴ്സ്. ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ എന്താ ചെയ്യുക? അത് മെഷർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, വോൾട്ടേജ് ആൻഡ് കറണ്ട് ആൻഡ് പവർ, എനർജി ആൻഡ് പവർ. നിങ്ങൾക്ക് തെറ്റാണെങ്കിലും പറഞ്ഞോളൂ, ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞോളൂ. എന്താ പറയുക, നെറ്റ് കട്ടായിട്ടില്ല എന്ന് എനിക്കൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ, ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ മെഷർ ചെയ്യുന്നത് എന്താണ്, എന്തൊക്കെയാണ്? അത് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും മെഷർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് മൾട്ടിമീറ്ററിന് പറയുന്ന വേറൊരു പേരെന്താ? മൾട്ടിമീറ്ററിന് വേറൊരു പേരില്ലേ? വോമീറ്റർ അല്ലെ, VOM അല്ലെ. വോൾട്ടേജും കറണ്ടും അതുപോലെ തന്നെ അത് മെഷർ ചെയ്യുന്നതുകൊണ്ടാണ് അതിന് ആ ഒരു പേര് വന്നത്. അപ്പൊ AC ആൻഡ് AC ആസ് വെൽ as DC വോൾട്ടേജും അതുപോലെ തന്നെ കറണ്ടും റെസിസ്റ്റൻസും എല്ലാം നമുക്ക് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് വോൾട്ടേജ് ഓമീറ്റർ എന്ന് പറയുന്നത്. ബേസിക് സർക്യൂട്ട് ഓഫ് മൾട്ടിമീറ്റർ കൺസിസ്റ്റ് ഓഫ്. ഒരു മൾട്ടിമീറ്ററിലുള്ള അതിന്റെ ബേസിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉണ്ടാവുന്നത് എന്താണ്? ഒരു AC ആംപ്ലിഫയർ ഉണ്ടാവോ, DC ആംപ്ലിഫയർ ഉണ്ടാവോ, ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഉണ്ടാവോ, പവർ ആംപ്ലിഫയർ ഉണ്ടാവോ? ബേസിക് സർക്യൂട്ട് ഓഫ് മൾട്ടിമീറ്ററിൽ എന്താണ് ഉണ്ടാവുക? ഗസ് അടിച്ചോ. നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളൊന്ന് ഒരു തോന്നുമല്ലോ, ഇത് ഇന്നതിൽ ഉണ്ടാവുമല്ലോ, നമുക്കൊരു ഡൗട്ട് തോന്നുമല്ലോ. DC ആംപ്ലിഫയർ വരാം കേട്ടോ. DC ആംപ്ലിഫയർ ആണ്. AC ആസ് വെൽ as DC വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ടുള്ള അതിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ DC ആംപ്ലിഫയർ സർക്യൂട്ട് ഇൻ ദ ഫോം ഓഫ് ഒരു ബാലൻസ് ബ്രിഡ്ജ് പോലെ DC ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് നമ്മൾ അതിൽ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. ഇൻപുട്ട് സിഗ്നൽ മാഗ്നിറ്റ്യൂഡ് ഇസ് ലിമിറ്റഡ് ബൈ. ഇൻപുട്ട് സിഗ്നലിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത് എന്ത് യൂസ് ചെയ്തിട്ടാ? ബട്ടൺ, റെസിസ്റ്റൻസ്, അറ്റനുവേറ്റർ, വോൾട്ടേജ്. അത് ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്കല്ലേ, ഒരു ഇൻപുട്ട് സിഗ്നൽ മാഗ്നിറ്റ്യൂഡ് അവിടെ കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഏതാവാനാണ് സാധ്യത വരിക? ആ, അത് ഏതാണ്? അറ്റനേറ്റർ ആണ് വരിക അല്ലെ. ഓപ്ഷൻ സി അറ്റനേറ്റർ ആണ് വരിക. ഈ റേഞ്ച് സ്വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ എ മൾട്ടിമീറ്റർ ഇൻ ഓർഡർ ടു ലിമിറ്റ് ഇൻപുട്ട് സിഗ്നൽ ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. അതിൽ നമുക്ക് മൾട്ടിമീറ്ററിൽ അതിന് വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരാളാണ് റേഞ്ച് സ്വിച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഇൻപുട്ട് അറ്റനുവേറ്ററിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ലിമിറ്റ് ഇൻപുട്ട് സിഗ്നൽ ഇൻ ടേംസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അറ്റനുവേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ. എന്തിനാണ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത്? മെഷറിംഗ് AC ആൻഡ് DC കറണ്ട്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്, മെഷറിംഗ് AC കറണ്ട് ആൻഡ് വോൾട്ടേജ്, മെഷറിംഗ് DC കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, മെഷറിംഗ് AC വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. ഉണ്ടാവും. ഈ ഒരു പോയിന്റ് നമ്മൾ തൊട്ട് മുമ്പുള്ള ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A ആണ് വരിക അല്ലെ. മെഷറിംഗ് എന്താണ്? ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ മെഷർ ചെയ്യുന്നത് AC കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ നമ്മൾക്ക് DC കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഓവർ ഒരു സെവറൽ റേഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. Multimeter can be used as an ammeter by connecting series resistance, making use of a transducer, making use of a transformer, connecting shunts. Multimeter എങ്ങനെയാ അമ്മീറ്റർ ആക്കി മാറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണോ, ഷണ്ട് കണക്ട് ചെയ്യണോ, ട്രാൻസ്ഫോമർ യൂസ് ചെയ്യണോ, ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യണോ? അല്ലെ, അമ്മീറ്ററിനെ കണക്റ്റിംഗ് സീരീസ് ആണോ വരെ, ഷണ്ട് ആണോ വരെ? Connecting ഒന്നുകിൽ അല്ലെങ്കിൽ ഇത് അല്ലെ. അത് മനസ്സിലുണ്ടാവും അല്ലെ. അമ്മീറ്ററും വോൾട്ട് മീറ്റർ ആണ് വരിക. അപ്പൊ ഏതോ ഒന്നാണ്, ഷണ്ട് ആയിരിക്കും വരിക അല്ലെങ്കിൽ സീരീസ് ആയിരിക്കും വരിക. ഏതാണ് വരിക? ഷണ്ട് ആണ് കേട്ടോ. അമ്മീറ്ററിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഷണ്ടും, വോൾട്ട് മീറ്റർ ആണെങ്കിൽ എന്തായിരിക്കും വരിക? വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം വോൾട്ട് മീറ്ററിന്റെ കേസ് ചെയ്യുക കേട്ടോ. അപ്പൊ അതിന് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ അമ്മീറ്റർ ബൈ മേക്കിംഗ് യൂസ് ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്. ആ മീറ്ററിന് അക്രോസ് ഷണ്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾക്ക് അമ്മീറ്റർ ആക്കിയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ സെലക്ഷൻ സ്വിച്ചിന് വേണ്ടി സഹായിക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ. മൾട്ടിമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ DC വോൾട്ടേജ് മെഷർമെന്റ് ബൈ. DC വോൾട്ടേജ് മെഷർമെന്റിന് മൾട്ടിമീറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? കണക്ടിങ് സീരീസ് റെസിസ്റ്റൻസസ്, കണക്ടിങ് ഷണ്ട് റെസിസ്റ്റൻസസ്, connecting star delta resistances using a switch. Series resistance.
സീരീസ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് അല്ലെ വി ക്യാൻ ഒബ്റ്റെയിൻ ഓപ്ഷൻ എ ആണ്. We can obtain a wide range of DC voltage from a multimeter by connecting various series resistances in the circuit through a range selection switch use ചെയ്തിട്ട് അല്ലെ. By adjusting the value of the resistance നമുക്ക് വേണ്ട രീതിയിലുള്ള DC വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫോർ റെസിസ്റ്റൻസ് മെഷർമെന്റ്, റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്ററിൽ എന്ത് വേണം? ഹൈ കറന്റ് സോഴ്സ് വേണമെന്നാണോ, മീഡിയം കറന്റ് സോഴ്സ് വേണമെന്നാണോ, ലോ കറന്റ് സോഴ്സ് വേണമെന്നാണോ, ലോ വോൾട്ടേജ് സോഴ്സ് വേണമെന്നാണോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഹൈ കറണ്ട് സോഴ്സ്. ലോ കറന്റ് സോഴ്സ് ആണ് വേണ്ടത് കേട്ടോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. റെസിസ്റ്റൻസ് വരുന്ന സമയത്ത് അവിടെ കറണ്ട് കൂടണോ കുറയണോ? അങ്ങനെ ആലോചിച്ചാൽ പോരെ അല്ലെ. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ കറണ്ട് കുറഞ്ഞാലല്ലേ നമുക്ക് ഗുണമുള്ളൂ. യൂഷ്വലി ഇൻ ദ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ് മീറ്ററിൽ ഒരു പ്രിസിഷൻ ലോ കറന്റ് സോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് ഒരു അൺനോൺ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട്. അത് നമ്മൾക്കൊരു DC വോൾട്ടേജ് ആണ് തരാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് എ റെക്ടിഫയർ ഇൻ എ മൾട്ടിമീറ്റർ? മൾട്ടിമീറ്ററിൽ നമ്മൾ റെക്ടിഫയറിന്റെ റോൾ എന്താണ്? ബയാസ് പർപ്പസിനാണോ, തെർമൽ സ്റ്റെബിലിറ്റി, റെക്ടിഫിക്കേഷൻ, ഇൻവേർഷൻ? അത് പിന്നെ റെക്ടിഫയറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? റെക്ടിഫിക്കേഷൻ ഫംഗ്ഷൻ. പിന്നെയും നമ്മളിങ്ങനെ ആലോചിക്കില്ലേ മൾട്ടിമീറ്ററിന്റെ ഇടയിലാണ് അതിപ്പോ എന്താ ഇപ്പൊ വരാന്നൊരു കൺഫ്യൂഷൻ തോന്നുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ വെൻ ദ മൾട്ടിമീറ്റർ ഈസ് യൂസ് ഫോർ ദ മെഷർമെന്റ് ഓഫ് AC വോൾട്ടേജസ് റെക്ടിഫയർ സെഷൻ നമ്മളോട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ സാധാരണ ഉള്ള ഫംഗ്ഷൻ തന്നെയാണ്. ഇൻപുട്ട് AC വോൾട്ടേജിനെ DC വോൾട്ടേജ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. വാട്ട് ഇസ് ദ ഇനീഷ്യൽ സെറ്റിംഗ് മെയ്ഡ് ഇൻ എ മൾട്ടിമീറ്റർ ബിഫോർ ഇറ്റ് ഇസ് യൂസ് ഫോർ മെഷറിംഗ് റെസിസ്റ്റൻസ്? ഒരു റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൾട്ടിമീറ്ററിൽ യൂസ് ചെയ്യുന്ന ഇനീഷ്യൽ സെറ്റിംഗിനെ പറയുന്ന പേരെന്താ? ഫൈൻ അഡ്ജസ്റ്റ്മെന്റ്, ഇൻസ്ട്രുമെന്റ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്, വോൾട്ടേജ് ഈസ് അപ്ലൈഡ്, സീറോ അഡ്ജസ്റ്റ്മെന്റ്. Zero adjustment. സീറോ അഡ്ജസ്റ്റ്മെന്റ്. അതിന് പറയുന്ന പേരാണ് ആ ഇനീഷ്യൽ സെറ്റപ്പിന്. അതെല്ലാം കൊണ്ട് ഇനീഷ്യൽ ആക്കി മാറ്റാൻ പറയുമ്പോൾ സീറോ അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ. ഇനീഷ്യലി മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് സീറോ അഡ്ജസ്റ്റ്മെന്റ് കൺട്രോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ദിസ് ഈസ് ഡൺ ടിൽ ദ മീറ്റർ റീച്ച് സീറോ റെസിസ്റ്റൻസ് ഓർ ഇൻ അതർ വേർഡ്സ് ഡിസ്പ്ലേ ഫുൾ സ്കെയിൽ കറണ്ട്. നമുക്ക് അതിൽ കൂടെ പോകുന്നവരെ നമ്മൾ ഈ സംഭവം ചെയ്യണം. അപ്പൊ സീറോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രം നമുക്ക് പിന്നീട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് അന്ന് കിട്ടുള്ളൂ അല്ലെ. ഔട്ട്പുട്ട് ഓഫ് എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഈസ് മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ, ഇലക്ട്രിക്കൽ, അനലോഗ്. ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരാണ്? ഏതൊക്കെ ഓപ്ഷൻ നിങ്ങൾ കളഞ്ഞു? 4 ഓപ്ഷന്റെ ഓരോ ഓപ്ഷൻ എന്തായാലും കളഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഏതാ? ഒപ്റ്റിക്കല് കളഞ്ഞു. ഒപ്റ്റിക്കല് കളഞ്ഞു. അനലോഗ് കളഞ്ഞില്ല. അനലോഗ് കളഞ്ഞു. ഇപ്പൊ എന്താ വരാ? ഇലക്ട്രിക്കലാണ് വരാ കേട്ടോ. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഒരു ഗിവ്സ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ആസ് ദ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്ന നമുക്കൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ്. ADC ഇവിടെ നമ്മൾക്ക് അനലോഗ് ടു ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ADC നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ദിസ് ക്യാൻ ബി യൂസ് ഫോർ ഇന്റർഫേസിംഗ് വിത്ത് എക്സ്റ്റേണൽ എക്യുപ്മെന്റുമായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആണ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ പറഞ്ഞ സാധനം വേണ്ട റിപ്പീറ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഓഫ് എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആണ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ എന്ന് പറയുന്നത്, ഡിജിറ്റൽ മൾട്ടിമീറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സുകൾ ഏതൊക്കെയാണ്? ഓസിലേറ്റർ ആംപ്ലിഫയർ, ഡയോഡ്, ഓപാമ്പ്, റെക്ടിഫയർ, ഷ്മിറ്റ് ട്രിഗർ, അനലോഗ് ഡിജിറ്റൽ കൺവേർട്ടർ, അറ്റൻവേറ്റർ, കൗണ്ടർ. ഇതിൽ ഏതാണ്? ADCയും വേണം അവിടെ, അറ്റൻവേറ്ററിന്റെ ആവശ്യമുണ്ട്, കൗണ്ടറിന്റെ നമുക്ക് ആവശ്യം വരും. ഇതില് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ അല്ലെ. യൂഷ്വലി നമ്മൾ ADC യൂസ് ചെയ്യുന്ന ഡ്യുവൽ സ്ലോപ്പ് ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ADC ആണ് നമ്മൾ മൾട്ടിമീറ്ററിൽ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ബേസിക്കലി കൺസിഡർ സെവറൽ ADC, ഒത്തിരി എണ്ണം ഉണ്ടാവും, കൗണ്ടർ സർക്യൂട്ട്സ് ഉണ്ടാവും, അവിടെ ഒരു അറ്റൻവേഷൻ സർക്യൂട്ടും കൂടെ അതിൽ ഉണ്ടാവും. റെസിസ്റ്റൻസ് ഈസ് മെഷർഡ് യൂസിങ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ്, കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ്, വേരിയബിൾ കറന്റ് സോഴ്സ്, വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്. കറണ്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സോഴ്സാണ് വേണ്ടത്? ഏതായിരിക്കും? കറന്റ് സോഴ്സ് ഓപ്ഷൻ എ ആണ് കേട്ടോ. കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഈസ് യൂസ്ഡ് ടു മെഷർ റെസിസ്റ്റൻസ്. നമുക്ക് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ആണ് യൂസ് ചെയ്യാം. സ്റ്റാൻഡേർഡ് നോൺ വാല്യൂ ഓഫ് കറന്റ് ഈസ് പാസ്ഡ് ത്രൂ ആൻ അൺനോൺ റെസിസ്റ്റൻസ്. അതായത് നമുക്ക് അറിയാവുന്ന കറണ്ട് നമുക്ക് ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ അറിയില്ല, അപ്പൊ അതിൽ കൂടെ നമ്മൾ എന്തെങ്കിലും കടത്തി വിടും. അപ്പൊ നമുക്ക് അതിന് അക്രോസ് ഒരു വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ V/I ആണ് R എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് അവിടെ കിട്ടും കേട്ടോ. ശരി, AC വോൾട്ടേജസ് ആർ മെഷേർഡ് യൂസിങ്. AC വോൾട്ടേജ് എങ്ങനെയാണ് മെഷർ ചെയ്യണത്? ഓസിലേറ്റേഴ്സ് ആൻഡ് ഓപ്പാമ്പ് ആണോ, റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ആണോ, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ആണോ, ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ ആണോ? AC വോൾട്ടേജസ് മെഷർ ചെയ്യാൻ പറ്റും. ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ.
റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ വരിക. റെക്ടിഫയേഴ്സ് ആൻഡ് ഫിൽറ്റേഴ്സ് ആണ് വിത്ത് വേരിയസ് കോൺഫിഗറേഷൻസ് ആർ എംപ്ലോയ്ഡ് ഫോർ മെഷറിംഗ് എ സി വോൾട്ടേജസ്. അവിടെ എ സി എന്ന് പറയുന്നത് കൺവേർട്ടഡ് ടു ഡി സി ആയിട്ട് മാറ്റും. അതിന് നമ്മൾ എ ഡി സിയിലേക്ക് നമ്മൾ മാറ്റാണ് വെച്ചാൽ അതിലേക്ക് അപ്ലൈ ചെയ്യാണ് പിന്നീട് ചെയ്യുക. നമ്മൾ ഇവിടെ വരുന്നത് എ സി വോൾട്ടേജ് മെഷറിംഗ് യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്? റെക്ടിഫയേഴ്സും ഫിൽറ്റേഴ്സും ആണ് കേട്ടോ. മൾട്ടിമീറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ അമ്മീറ്റർ ബൈ കണക്ടിങ് സീരീസ് റെസിസ്റ്റൻസ്, മേക്കിംഗ് യൂസ് ഓഫ് ട്രാൻസ്ഡ്യൂസർ. അതിന് നമ്മൾ പറഞ്ഞാലേ ഏതാ വരിക? ഷണ്ട്. ഷണ്ടാണ്. വോൾട്ട് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ സീരീസ് റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്ത് വരിക കേട്ടോ. ഓക്കെ. ബൈ മേക്കിംഗ് യൂസ് ഓഫ് എ CRO. CROന്റെ ഉപയോഗം എന്താ? Many characteristics of a signal can be measured. Only few characteristics of a signal can be measured. No characteristics of a signal can be measured. Signal can only be displayed. Many characteristics of signal can be measured. അതെ, നമ്മൾക്ക് CROയില് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി അതിന്റെ ഡിസ്പ്ലേ ചെയ്യാൻ സഹായിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ആ സിഗ്നലിന്റെ പല കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് വരില്ല. എന്തൊക്കെയാ മെഷർ ചെയ്യാം? ത്രൂ ദ കാഥോഡ് റേ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ത്രൂ ദ means of a cathode ray oscilloscope, most of the characteristics of an input signal can be measured. Properties of a signal can be studied as well എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് മെഷർ ചെയ്യാം? ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരീഡ്, ഫ്രീക്വൻസി. അതെ, ടൈം പീരീഡ് ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ഫ്രീക്വൻസി ഉറപ്പായിട്ടും ഉണ്ടാവും. അത് തമ്മിൽ കണക്റ്റഡ് ആയതുകൊണ്ട് ഇതുണ്ടെങ്കിൽ അതെന്തായാലും കിട്ടുന്നുണ്ട്. അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. പിന്നെ ഫേസ്, ഫേസ് ഡിഫറൻസ് അങ്ങനെയുള്ളതൊക്കെ നോക്കാൻ പറ്റും. പിന്നെ പവർ ഫാക്ടർ, കറണ്ട്, വോൾട്ടേജ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് അതിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അതിൽ മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ പല വേവ് ഫോംസ് നമ്മൾ അനലൈസ് ചെയ്യാനൊക്കെ നമുക്കത് യൂസ്ഫുൾ ആണ് ഈ പറയുന്ന CRO എന്ന് പറയുന്നത് അല്ലെ. CROന്റെ ഹാർട്ട് ആരാ? ഓക്കെ. ഹൗ ഇസ് ദ വേവ് ഫോം അഡ്ജസ്റ്റ്? നമ്മൾ എങ്ങനെയാണ് വേവ് ഫോം അഡ്ജസ്റ്റ് ചെയ്യുക? ബൈ അഡ്ജസ്റ്റിംഗ് ദ വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ? ഷിഫ്റ്റ് കൺട്രോൾസ് യൂസ് ചെയ്തിട്ടാണോ? ബൈ റെഡ്യൂസിംഗ് ദ കറണ്ട് ആണോ? ബൈ മീൻസ് ഓഫ് ഗാൽവനോമീറ്റർ ആണോ വേവ് ഫോം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? adjusting the voltage. വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേവ് ഫോം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഷിഫ്റ്റ് കൺട്രോൾ യൂസ് ചെയ്തിട്ടാട്ടോ. കാഥോഡ് റേ ഓസിലോസ്കോപ്പില് വേവ് ഫോം അഡ്ജസ്റ്റ് ചെയ്യുന്ന ബൈ മീൻസ് ഓഫ് ഷിഫ്റ്റ് കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ നമുക്ക് മെഷർമെന്റ് ഓഫ് ഡിവിഷൻസ് കറസ്പോണ്ടിങ് ടു ആംപ്ലിറ്റ്യൂഡ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഈസിയിൽ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഹൗ ഇസ് എറർ ഇൻ മെഷർമെന്റ് റെഡ്യൂസ്ഡ്? യൂസിങ് RMS വാല്യൂ, യൂസിങ് അബ്സല്യൂട്ട് വാല്യൂ, യൂസിങ് പീക്ക് ടു പീക്ക് വാല്യൂ, യൂസിങ് എ വോൾട്ട് മീറ്റർ. ഒരു മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ എറർ നമുക്ക് എങ്ങനെയാണ് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക? അതിൽ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എറർ മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കാം? എന്തായിരിക്കും വരിക? അബ്സല്യൂട്ട് വാല്യൂ ആണ്. പീക്ക് ടു പീക്ക് വാല്യൂ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എറർ അത്രയും റെഡ്യൂസ് ചെയ്ത് കിട്ടും കേട്ടോ. CROയില് എറർ ഇൻ മെഷർമെന്റ് ഇസ് റെഡ്യൂസ് ബൈ മേക്കിംഗ് യൂസ് ഓഫ് പീക്ക് ടു പീക്ക് വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. ഇനി CRT, the focusing anode is located between pre-accelerating and accelerating anodes. After pre-accelerating anode, none of the above. Focusing anode എന്ന് പറയുന്ന CRTയില് എവിടെ കിടക്കണം? ഫോക്കസിംഗ് ആനോഡ് ലാസ്റ്റ് ആണോ ഫോക്കസിംഗ് ആനോഡ് വരാ? ഫസ്റ്റ് വരുന്നത് ആക്സിലറേറ്റിംഗ്, പ്രീ ആക്സിലറേറ്റിംഗ്, ഫോക്കസിംഗ്. അങ്ങനെയാണോ വരാ? നടുക്കല്ലേ വരാ? CRTനകത്ത് അങ്ങനെ CRT കിടക്കുമ്പോ നമ്മളിത് ഇവിടെ ഇങ്ങനെ ഒരാള്, ഇവിടെ ഇങ്ങനെ നടുക്കൊരാള്, ഇങ്ങനെയല്ലേ വരാ? ഇവിടെ ഇലക്ട്രോൺ ഗണ്ണ് അങ്ങനെയല്ലേ വരാ? അവിടെ ഒരു പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്, ഒരു ആക്സിലറേറ്റിംഗ് ആനോഡ് ഉണ്ട്. ഇതിനിടയിൽ നമ്മുടെ ആര് വരും? നമ്മുടെ ഫോക്കസിംഗ് ആനോഡ് വരും കേട്ടോ. ഈ ഒരു നിങ്ങൾ CRTന്റെ ചിത്രം എടുത്ത് നോക്കിയാൽ അത് കറക്റ്റ് ആയിട്ട് അറിയാം. ഇങ്ങനെയാണ് കിടക്കുക കേട്ടോ. അപ്പൊ നടുക്കാണ് ആര് കിടക്കുന്നത്? ഫോക്കസിംഗ് ആനോഡ് കിടക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The source of emission of electrons in a CRT is PN junction diode, functional junction ആട്ടോ. A barium and strontium oxide coated cathode, accelerating anodes, post accelerating anodes. Source of emission of electrons CRTയില് ഈ പറയുന്ന ഇലക്ട്രോൺസിന്റെ അത് സോഴ്സ് ഇലക്ട്രോൺസ് എമിഷന്റെ സോഴ്സ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഗസ് അടിക്കും. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണം CRTയില്. അപ്പൊ ഏതാവാനാണ് സാധ്യത? ഇലക്ട്രോൺ ഗൺ അവിടെ എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാവാനാണ് സാധ്യത?
ഗസ് അടിക്കോ? എന്തായാലും ആക്സിലറേറ്റിംഗ് കാത്തോഡിന്നല്ലേ? കാത്തോഡിന്നല്ലേ? ഓപ്ഷൻ പിന്നെന്താ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ? ശരിയാണല്ലോ. രണ്ടാമത്തെ ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് കോട്ടഡ് കാഥോഡ് അവിടെ കിടക്കണ്ടല്ലോ. പിന്നെന്താ ഡൗട്ട്? ഓപ്ഷൻ സെക്കൻഡ് ആണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ഇലക്ട്രോൺസ് എമിഷൻ വരിക.